അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്രാട്ടിസ്ലാവയും ബുഡാപെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് എവിടെയാണെന്ന് വന്നേക്കണേ വിയന്ന, ഓസ്ട്രിയയിലുള്ള കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. പക്ഷെ കഴിഞ്ഞ 2 സ്ഥലങ്ങളെ പോലെ ഇവർ നമ്മളെ കൊണ്ടേ നടന്ന് ഈ ടൂർ ഗ്രൂപ്പ് നമ്മളെ കാണിക്കത്തൊന്നുമില്ല കേട്ടോ വിയന്ന. അപ്പോൾ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഗൂഗിൾ മാപ്പ് എല്ലാം നോക്കി ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടുപിടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഇങ്ങനൊരു ഒരു ഡേ ടിക്കറ്റ് പോലെ എടുക്കുക. അത് ഓഫ്കോഴ്സ് നമുക്ക് നല്ലൊരു കൺവീനിയൻസ് ആണ് കേട്ടോ, നല്ല കംഫർട്ടാണ്, പോയി വരാം. അപ്പോൾ ട്രാമും ബസ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ്കോഴ്സ് ആ ഫൗണ്ടൻ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മൾ വന്നേക്കുന്ന ഈ ഒരു കാസിൽ കാണാനാണ് കേട്ടോ. ഭയങ്കര വലിയ ഏരിയയാണ്. നടന്ന് നമ്മുടെ കാലിൻ്റെ പരിപ്പെല്ലാം പോവും. പക്ഷെ എന്നാലും നമ്മളെല്ലാം കണ്ട് ഇത്ര കഷ്ടപ്പെട്ട് കാശെല്ലാം കൊടുത്ത് വന്നതല്ലേ, അതൊന്നും ഓർക്കാണ്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മളൊരു ചേർച്ചൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ വന്നത് ഈസ്റ്റർ ടൈമിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സർവീസ് തുടങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. നമ്മൾ ഡേ ടിക്കറ്റിൽ തന്നെ നമുക്ക് ഈ ട്രാമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ട്രാം പിടിച്ചാണ് അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് നടന്ന് കാണുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഭയങ്കര ബെനിഫിഷ്യലാണ് കേട്ടോ. നമ്മളിനി അടുത്തത് ഒരു കാസിൽ ഏരിയയിലോട്ടാണ് പോകുന്നത്. സച്ച് എ ബിഗ് ഏരിയയാണ്, ഹ്യൂജ് കോമ്പൗണ്ട് ഏരിയയാണ്. കുറേ നടക്കാനായിട്ട് നമുക്ക് പറ്റും. നല്ലൊരു ക്ലൈമറ്റും കൂടെ ആണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു കാസിൽ ഏരിയ ആണെങ്കിലും പുറത്ത് കുറച്ച് ഈസ്റ്റർ മാർക്കറ്റിൻ്റെ പരിപാടികളൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഒരു കുറവുമില്ല. അങ്ങനെ അവർ ഒരു വഴിക്ക് നടക്കുന്നു, നമ്മൾ വേറെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ കാസിൽ തന്നെ ഉള്ളിലുള്ള ഒരു ഗാർഡൻ ഏരിയ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തി? വിയന്നയിലല്ലേ. വിയന്നയിൽ നമ്മൾ ഓസ്ട്രിയയിലാണിപ്പോൾ. ഇങ്ങനൊരു കാസിൽ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട്, നല്ല സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഈ സ്റ്റോർക്ക് കണ്ടോ നിങ്ങൾ? അത് നമ്മൾ വിചാരിക്കില്ല സ്റ്റാച്ചുവിൻ്റെ ഭാഗമെന്ന്, പക്ഷെ ആക്ച്വലി അല്ലായിരുന്നു കേട്ടോ. അത് ആക്ച്വലി ലൈവ് വണ്ണാണ്, പോസ് ചെയ്ത് തരുമായിരുന്നു നമുക്ക് ഫോട്ടോസിനൊക്കെ വേണ്ടി. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനത്തെ കുറേ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറേ വായി നോക്കിയൊക്കെ നടന്നു. അതിനുശേഷം നമുക്ക് ആക്ച്വലി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ടൂർ പാക്കേജ് ആണല്ലോ നമ്മളെടുത്ത്. അപ്പോൾ അവരൊരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തോട്ട് നമ്മൾ പോകും. ഇപ്പോൾ ബസ്സിൽ നമ്മൾ ഒരുപാട് അങ്ങനെ ഉറങ്ങി ഇന്ന് ഫുൾ നടത്തല്ലായിരുന്നു അതിൻ്റെ മൊത്തം. അപ്പോൾ ബാക്ക് ടു ഡിസൽഡോർഫ്.